കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി അല്പസമയത്തിനകം പ്രത്യേക സംഘത്തിന് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാർ നിലപാട്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാം എന്നാണ് CBI അറിയിച്ചത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, 10:15 കോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? എപ്പോൾ തീരുമാനം പ്രതീക്ഷിക്കാം? ശ്രീകാന്ത്. ഹാഷ്മി, ആ സംഭവവുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ബെഞ്ച് സിറ്റിംഗ് ആരംഭിച്ചു. അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ആ നമ്പർ വിളിച്ചിട്ടില്ല. അതിൽ 10:15 വിധി ഉണ്ടാകും എന്നുള്ളതായിരുന്നു നേരത്തെ ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആദ്യത്തെ കേസായി അത് നിലവിൽ എടുത്തിട്ടില്ല. അല്പസമയം കൂടി കാത്തിരിക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷേ ആ ബെഞ്ച് സിറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ CBI അന്വേഷണം വേണം എന്ന അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതും. അവർ പറയുന്ന ന്യായങ്ങൾ പലതുണ്ട്. അതിൽ ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്ന സംശയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ സ്ഥലം, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കളക്ടറുടെ ചില ഇടപെടലുകൾ, അതിലൊക്കെ തന്നെ അവർക്ക് വലിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നീങ്ങണമെങ്കിൽ സംസ്ഥാന പോലീസ് ആ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ല. അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിന്മേൽ അവർ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ സർക്കാർ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. സർക്കാർ ചൂണ്ടിക്കാണിച്ചത് അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട്, CBIക്ക് വിടേണ്ടതായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് സർക്കാരും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. CBIയോട് കോടതി ഇത് അന്വേഷിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചാൽ അതിന് തയ്യാറാണ് എന്ന് CBIയും മറുപടി നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം സിംഗിൾ ബെഞ്ച് കേസ് എടുക്കും, അതിന്മേൽ വിധി പ്രസ്താവിക്കുകയും ചെയ്യും. നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണെന്നാണ് ശ്രീകാന്ത് പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബം പക്ഷേ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അതിന് പല കാരണങ്ങൾ, ഒരുപക്ഷെ നമുക്ക് യുക്തിഭദ്രം എന്ന് തോന്നാവുന്ന പല കാരണങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് അത് ആത്മഹത്യയോ നരഹത്യയോ ആവാം, അല്ലെങ്കിൽ കൊലപാതകം പോലും ആകാം എന്ന് കുടുംബം സംശയിക്കുന്നു. അതടക്കം അവർ കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മാത്രമല്ല PP ദേവിയെ പോലെ CPMന്റെ ഒരു നേതാവ് പ്രതിയായിരിക്കുന്ന കേസിൽ സംസ്ഥാന പോലീസിൽ അത്ര കണ്ട് വിശ്വാസമില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നിർണായകമാകാൻ പോകുന്നത് ശക്തമായും കോടതിയുടെ നിലപാട് തന്നെയാകും ശ്രീകാന്ത്, അല്ലേ? നിലവിൽ ഹാഷ്മി, ആ കേസ് കോടതി എടുത്തിരിക്കുന്നു. ആ കേസിന്റെ നമ്പർ വിളിച്ചിട്ടുണ്ട്. അതിന്മേൽ കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ നടപടിയിലേക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് തള്ളുമോ, കേസ് തള്ളുമോ, അതോ അതിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കോടതി ആ കേസിലേക്ക് കടന്നിരിക്കുന്നു, ആ കേസിന്റെ നമ്പർ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നവീൻ ബാബുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകമാണോ എന്ന സംശയമുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അവർ ഉന്നയിക്കുന്ന സംശയങ്ങൾ അത് ഇപ്രകാരമാണ്. അതിൽ പ്രധാനപ്പെട്ട സംശയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇൻക്വസ്റ്റ് സമയത്ത് ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു, അതുണ്ടായില്ല. നവീൻ ബാബുവിനെതിരെ നൽകിയ പ്രശാന്തന്റെ കൈക്കൂലി പരാതി അത് കെട്ടിച്ചമച്ചതാണ്. പ്രബലരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും അന്വേഷണത്തിൽ ഒരു പുരോഗതിയും കാണാനില്ല. കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ല. തെളിവുകൾ കുഴിച്ചുമൂടി പ്രതിക്ക് കൃത്രിമ തെളിവ് ഉണ്ടാക്കാൻ അന്വേഷണ സംഘം സാഹചര്യം ഒരുക്കുന്നു. അങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഏതാണ്ടൊരു 10-20 പോയിന്റുകൾ അവർ കോടതി മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു. ആ പോയിന്റുകളെല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ ഉണ്ട്. അതിനുശേഷം സർക്കാർ ചൂണ്ടിക്കാണിച്ച സർക്കാരിന്റെ ന്യായങ്ങൾ ഇപ്രകാരമാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്നുണ്ട്. കൊലപാതക സാധ്യതയടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല. കൃത്യമായ തെളിവുകൾ ഇല്ലാതെയാണ് ഹർജിയിലെ ആരോപണങ്ങൾ എന്നൊക്കെ അവരും പ്രതിരോധം തീർത്തിട്ടുണ്ട്. കോടതി തീരുമാനിക്കണം ഇക്കാര്യത്തിൽ എന്ത് വേണം എന്നുള്ളത്. ഈ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറയടക്കമുള്ള സംശയങ്ങൾ ആ കുടുംബം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ കോടതി മനസ്സിൽ വെച്ചുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമോ അതോ പോലീസിൽ വിശ്വാസം അർപ്പിക്കുമോ കാത്തിരുന്ന് കാണാം. ശ്രീകാന്ത്, പെരിയ കേസിൽ ഏതറ്റം വരെയാണ് സുപ്രീം കോടതി വരെ CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ പോയത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട. കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി രണ്ടാണെങ്കിലും ഒന്നുകിൽ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മേൽ വ്യവഹാരത്തിൻ്റെ തുടക്കമാണ് ഇന്ന് കോടതിയിൽ അല്പസമയത്തിനകം ഉണ്ടാവാൻ പോകുന്നത്. ശ്രീകാന്ത്.
സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് ഈ കേസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സർക്കാരിന് തിരിച്ചടിയാണെങ്കിലും ആ കുടുംബത്തിന് തിരിച്ചടിയാണെങ്കിലും ആർക്കാണെങ്കിലും അത് മേൽക്കോടതിയിലേക്ക് പോകും. നിയമ വ്യവഹാരം അത് തുടരുക തന്നെ ചെയ്യും. അത് സുപ്രീം കോടതിയിലേക്കടക്കം ഈ കേസ് പോകാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ അഭിഭാഷകൻ തന്നെ, മഞ്ജുഷയുടെ അഭിഭാഷകൻ തന്നെ കോടതി മുമ്പാകെ ആവർത്തിച്ച പല കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെ തന്നെ വ്യക്തമായ ഉത്തരം ഇതുവരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കൊലപാതക സാധ്യത എന്ന അവരുടെ സംശയം, അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ ആ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതി മുൻപാകെ അത് വന്നപ്പോൾ അവർ ആകെ പറഞ്ഞത് കൊലപാതക സാധ്യതയിലേക്കും ഞങ്ങൾ അന്വേഷണം കൊണ്ടുപോകും എന്ന് മാത്രമാണ്. പക്ഷേ അതിനുശേഷം ഈ നിമിഷം വരെയും അത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടായില്ല എന്ന് ആ കുടുംബം ഇപ്പോഴും പറയുന്നു, ആവർത്തിച്ച് ഉറപ്പിക്കുന്നു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും വിധി എതിരാണെങ്കിൽ അവർ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പെരിയ കേസിലടക്കം നമ്മൾ കണ്ടതാണ്. CBI അന്വേഷണ ഉത്തരവ് കോടതിയിൽ നിന്നും വന്നപ്പോൾ അതിനെ എതിർത്ത സർക്കാർ പോയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടായാൽ സർക്കാരും മേൽക്കോടതിയിലേക്ക് തന്നെ നീങ്ങും.